സ്വാതി. ഓ, അവളെ മാത്രം നിർത്തിയിട്ട് പോന്ന എങ്ങനെയാ വല്യമ്മേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. നീലിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നല്ല നിനക്ക് അറിയേണ്ടത്. എന്തിന് സ്വാതിയെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോന്നു എന്നറിയണം, അതല്ലേ? നീലിന് കുഴപ്പമില്ലാത്തോണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. ആണല്ലോ. എന്നാ അതേ കാരണം കൊണ്ട് തന്നെ സ്വാതിയെ അവിടെ നിർത്തിയിട്ട് പോകുന്നതും. ഓ, അവള് മിടിക്കല്ലേ, അവളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അവൾക്ക് എഴുത്തും വായന വല്ലതും അറിയോ? അതിനത് കോളേജ് അല്ല, ആശുപത്രിയാ. ഓ, ഈ വല്യമ്മയ്ക്ക് ഒരു വക അറിയത്തില്ല. എന്താ നിന്റെ പ്രശ്നം? മനസ്സിലായില്ലേ? സ്വാതിയെ ബൈസ്റ്റാൻഡായിട്ട് നിർത്തിയത് ഇവക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. അതിന് കാരണമുണ്ട് വല്യച്ച. അതറിയാം, അസൂയ. അസൂയ അല്ല വല്യമ്മേ. അതെ, നീ ഇപ്പം വേദയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. നീൽ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചാച്ചി? ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, എന്റെ ആറ്റുകാലമ്മച്ചിയുടെ അനുഗ്രഹം. നീലിനെ സ്വാതി ആശുപത്രിയിൽ എത്തിക്കുമ്പോ മരിക്കുന്നുള്ള അവസ്ഥയിലായിരുന്നു അവൻ. അശ്ശോ, എത്തിക്കാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. പറഞ്ഞേക്ക് നിന്റെ വേദയോട്, ഒന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ലെന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് വേണ്ട വിധം നടന്നില്ലെങ്കിൽ തിരിച്ചു ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. വല്യമ്മേ, വേദ നിരപരാധിയാണ്. വേണ്ട, നീ അവളെ ഇനി ന്യായീകരിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പെണ്ണിനെയാണല്ലോ നീൽ ഇത്രയും കാലം സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോ അത്ഭുതം തോന്നുക. വേദ എവിടെ നിൽക്കുന്നു, സ്വാതി എവിടെ നിൽക്കുന്നു? സ്വാതിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള അർഹത പോലും വേദയ്ക്കില്ല. അതുകൊണ്ട് ആ പേര് നീ ഇവിടെ ഉച്ചരിച്ച തല്ലി കൊല്ലി ഞാൻ. വേദ തീർന്ന്, ഇനി സ്വാതിയ പിറകാലാണ്. കാലമല്ല കലം. ഒന്ന് പോ പെണ്ണുപിള്ള. ഒരു അഭിപ്രായക്കാരി വന്നിരിക്കുന്നു. വേദയുടെ വീട്ടുകാർ കാണിച്ച ഒരു ആന മണ്ടത്തരം അറ്റാക്ക് എന്ന് വെച്ചിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും വേദയെ തെറിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ ഞാനുള്ളിടത്തോളം കാലം അതിനാരെയും സമ്മതിക്കില്ല. പിന്നെ നിന്റെ സമ്മതം വാങ്ങിയിട്ടില്ല അവർ ഓരോന്ന് ചെയ്യണ്ട പോണേ. എന്താ? അല്ല, വെളിയില് മേഘങ്ങളുണ്ട്, ചിലപ്പോ ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു.